റോന്ത് ഷാഹി കബീറിന്റെ ഏറ്റവും പുതിയ ചിത്രം. ഞാൻ ഈ സിനിമ അടുത്താണ് കണ്ടത്. എനിക്ക് ചിത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ചിത്രത്തിന്റെ കഥ പറയുകയല്ല ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം കാണാത്തവർ സ്കിപ്പ് ചെയ്യേണ്ടതില്ല. മറിച്ച് ചിത്രം തരാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കോൺസെപ്റ്റ് എത്ര മനോഹരമായാണ് ഷാഹി കബീർ എടുത്തു വെച്ചേക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ആ ചിത്രം എന്നെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ സ്വാതി ചന്ദ്രൻ, ബോധാസയിലെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ചിത്രം വളരെയധികം ഇമോഷണലി ആണ് കണക്റ്റഡ് ആയത്. കാരണം നാളിതുവരെ മലയാള സിനിമയിലെ മിക്ക ചിത്രങ്ങളും സൈക്കോളജി മേഖലയോട് അല്ലെങ്കിൽ മനഃശാസ്ത്ര മേഖലയോട് ചെയ്ത ഒരുപാട് തെറ്റുകൾ ഒരൊറ്റ ചിത്രം കൊണ്ട് തിരുത്തപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. മാനസിക ബുദ്ധിമുട്ടുകളെ എത്ര ഭംഗിയായി സസൂക്ഷ്മം പഠിച്ചിട്ടാണ് ഷാഹി കബീർ ഈ ചിത്രത്തിൽ എടുത്തിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. മനുഷ്യ ജീവിതത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നത് വളരെ നോർമൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതേസമയം ഒരു മനുഷ്യന് മാനസിക ബുദ്ധിമുട്ട് വരുന്നത് അത്ര ഈസി ആയിട്ടല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാരണങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ തന്നെ കാരണങ്ങൾ ഉണ്ടെങ്കിലും മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ സൊസൈറ്റി അത്രത്തോളം അങ്ങ് റെഡി ആയിട്ടില്ല. ആൾക്കാർക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് ഇപ്പോഴും മെന്റൽ ഹെൽത്ത് വന്നിട്ടില്ല. ആ സമയത്താണ് ഷാഹി കബീർ തന്റെ കഥയിലൂടെ ഓരോ വ്യക്തികൾക്കും, അതായത് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ അഭിനേതാക്കൾക്കും കൃത്യമായി എന്താണ് ഒരു മാനസിക ബുദ്ധിമുട്ട് വരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സിംറ്റംസ് ആണ് വരുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും കൃത്യമായിട്ട് അത് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഓരോ അഭിനേതാക്കളും അത് ഒട്ടും ഓവറാക്കാതെ കൃത്യമായിട്ട് തന്നെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ചിത്രത്തിൽ. സിംറ്റംസിനെ പറ്റി അത്രയും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ പഴയ ചിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അതായത് വളരെ അധികം എക്സാഗ്രേറ്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും കാണിച്ചിരിക്കുന്നത്. നമുക്ക് തന്നെ തോന്നും എന്താണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. കാര്യം തമാശകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യ മനസ്സിന്റെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ചിത്രീകരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണിച്ചിരിക്കുന്നത് വളരെ കുറച്ച് സിംറ്റംസ് ആണെങ്കിലും ആ സിംറ്റംസ് വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സാധാരണക്കാർക്കും, അതായത് മാനസിക ബുദ്ധിമുട്ടുകളെ പറ്റി വലിയ ധാരണയില്ലാത്തവർക്ക് പോലും ഒരു മനുഷ്യന്റെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായാൽ ഇതൊക്കെയാണ് അയാൾ അനുഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ചിത്രം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചെറുപ്പം മുതലുള്ള നമ്മുടെ ശീലങ്ങളുടെ ഭാഗമായി നമ്മൾ കേൾക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് മാനസിക ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ വളരെയധികം ഒഫൻസീവ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ചിത്രത്തിൽ അഭിനേതാക്കൾ കൃത്യമായിട്ടും ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നിലയിൽ അത് ഷാഹി കബീറിന്റെ കഴിവെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. മനസ്സിന് സുഖമില്ലാത്ത ആൾ എന്നൊക്കെ നായകൻ തന്നെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. സൈക്കോളജിസ്റ്റ് നിലയിൽ എനിക്കത് ഭയങ്കര സന്തോഷം തന്നു. കാര്യം ഒരു നായകൻ ആ വേർഡ് യൂസ് ചെയ്യുമ്പോൾ നായകനെ ഫോളോ ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യർ ആ വാക്ക് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് അവരുടെ ചുറ്റുമുള്ളവർക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ചിത്രത്തിൽ എഫേർട്ടുകളെ പറ്റിയും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്ക് മാമ്പഴത്തിന്റെ മധുരം വേണമെങ്കിൽ എത്ര ദൂരമാണെങ്കിലും ആ ദൂരം ഒന്നും ഒരു ദൂരമല്ല എന്ന് ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഒരാളെ എമ്പതിയോട് കൂടി കൺസിഡർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഓരോ മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയും അകറ്റി നിർത്തുന്നതിന് പകരം എങ്ങനെ അവരെ ചേർത്ത് പിടിക്കണം, എങ്ങനെ അവർക്ക് എഫേർട്ട് ഇട്ട് കൊടുക്കണം എന്ന് കൃത്യമായിട്ട് ചിത്രത്തിൽ പറയുന്നുണ്ട്. വ്യക്തിപരമായും അല്ലെങ്കിൽ കൗൺസിലിംഗിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മാനസിക ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണ്ടി വന്നാൽ എത്ര പേർ അവരെ സഹായിക്കാൻ കാണും എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചിത്രത്തിൽ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഫീൽ ചെയ്യും, അതായത് എല്ലാവരും നമ്മുടെ സമൂഹം അത്രത്തോളം ഒന്നും മാനസിക ബുദ്ധിമുട്ടുകളെ ഡീൽ ചെയ്യുന്നതിൽ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയ ആൾക്കാരല്ല. മെന്റൽ ഹെൽത്തിനോട് ഇപ്പോഴും നിലനിൽക്കുന്ന സ്റ്റിഗ്മ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എടുത്തു പറയേണ്ടത് അത് നായകന്മാർക്കല്ല എന്നുള്ളതാണ്. ആ സ്റ്റിഗ്മ നിലനിൽക്കുന്നത് ചിത്രത്തിലെ വില്ലൻ കഥാപാത്രങ്ങൾക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അത്ര എൻകറേജ് ചെയ്യപ്പെടുന്ന ഒന്നല്ല എന്ന് ഷാഹി കബീർ പറഞ്ഞു വെക്കുന്നുണ്ട്. റോന്തിൽ ഒരു പ്രധാന ഘട്ടത്തിൽ മാനസിക ബുദ്ധിമുട്ടുള്ള ഒരാളെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കണം എന്നൊരു ആവശ്യം വരുമ്പോൾ നായകൻ സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എനിക്ക് എന്താ പറയാ വളരെയധികം സന്തോഷം തോന്നി. ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് തന്നെയാണ്. ചിത്രത്തിൽ അദ്ദേഹത്തിന് മറ്റു പല സഹായങ്ങളും തേടാമെന്നിരിക്കുകയും അദ്ദേഹം പറയുന്നത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ട് തോന്നുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ്. ഓരോ അഭിനേതാക്കളും വളരെ മികച്ചതായിട്ടാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയത്. മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എനിക്ക് പേരറിയാത്ത ഒരു വ്യക്തി മുതൽ റോഷൻ, ദിലീഷ് പോത്തൻ, ലക്ഷ്മി എല്ലാവരും വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. വളരെയധികം വിഷമം തോന്നുന്ന, അതായത് ഓരോ മാനസിക ബുദ്ധിമുട്ടും ഒരു പ്രേക്ഷകനിലേക്ക് എത്ര നന്നായിട്ടാണ് കണക്ട് ചെയ്തതെന്ന് എനിക്ക് ആ ചിത്രം കണ്ടപ്പോഴാണ് മനസ്സിലായത്. ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ, PTSD, ഡിപ്രഷൻ, ഗിൽറ്റ് അല്ലെങ്കിൽ ഗ്രീഫ്, ഇതിനെയൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചിത്രം കാണിക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ സലോമി എന്ന കഥാപാത്രം ചിത്രത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം സിനിമയുടെ പ്രൊമോഷനായിട്ട് എടുത്തൊരു വീഡിയോ എന്നെ വളരെയധികം വേദനിപ്പിച്ചു.
വളരെ സസൂക്ഷ്മം ഷാഹി കബീർ പകലന്തിയോളം വെള്ളം കോരിയത് ലക്ഷ്മി ഒരൊറ്റ വീഡിയോയിലൂടെ, ഒരു പ്രൊമോഷൻ വീഡിയോയിലൂടെ കലമിട്ടുടച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതായത് ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ട്ണറും കൂടി ചേർന്ന്, ഇതിനും കൂടി ചേർന്ന് എടുത്തൊരു വീഡിയോ ആണത്. ആ ഒരു വീഡിയോയിൽ അദ്ദേഹം മിഥുൻ ചോദിക്കുന്നുണ്ട്, വട്ട്, ഭ്രാന്ത്, അല്ലെങ്കിൽ നിനക്ക് ഡിപ്രഷൻ ഉള്ളത് കൊണ്ടാണോ ഷാഹി കബീർ ഈ ചിത്രത്തിലേക്ക് നിന്നെ തെരഞ്ഞെടുത്തത് എന്നൊക്കെ. അതായത് ചിത്രം എന്താണോ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് ഒറ്റ നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ലക്ഷ്മി അദ്ദേഹത്തിന്റെ മാനസിക ബുദ്ധിമുട്ട് ഒരു വീഡിയോയിലൂടെ തുറന്നു പറഞ്ഞതിന് ശേഷമുള്ളൊരു റിയാക്ഷൻ പോലെയാണ് ആ വീഡിയോ വന്നേക്കുന്നത്. പ്രൊമോഷൻ ഭാഗമായിട്ടും വന്നേക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അദ്ദേഹം ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളായിരിക്കുമ്പോൾ ആ വാക്കുകളുടെ യൂസേജ്, ഈ വട്ട്, ഭ്രാന്ത് എന്നൊക്കെയുള്ള വാക്കുകളുടെ യൂസേജ് മിഥുനിൽ നിന്ന് വന്നെങ്കിൽ തന്നെ അതൊരു സ്വാഭാവികമായ വരവായിരിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചിത്രത്തിന്റെ ഹോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി ലക്ഷ്മി സലോമയോട് കൃത്യമായ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ ആ വീഡിയോയിൽ ആ ഒരു നീതി പുലർത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഇനി ഷാഹി കബീർ, താങ്കളോടുള്ള നന്ദിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇത്രയും എഫേർട്ട് ഇട്ട് മാനസിക മേഖലയെ കൃത്യമായി മനസ്സിലാക്കി ഇങ്ങനെ ഒരു ചിത്രം എടുത്തതിന് വളരെ നന്ദി. എല്ലാവരും കഴിയുമെങ്കിൽ ഈ ചിത്രം കാണുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ അവസാനമായി എനിക്ക് പറയാനുള്ളത്. നന്ദി.